ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് പ്ലസിലേക്ക് സ്വാഗതം. +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ് ഓപ്പൺ ഔട്ട് പ്ലസ്. തീർച്ചയായിട്ടും +1 +2 വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓണപരീക്ഷയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓണം എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, ഒരു മാസത്തിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 5-നാണ്. സെപ്റ്റംബർ 4-ന് ഓണപരീക്ഷ തുടങ്ങുമെന്നാണ് ഇപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇതിലാദ്യം +2കാരെ കുറിച്ചിട്ട് പറയാം, അതിനുശേഷം +1നെ കുറിച്ച് വരാം. +2വിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കൺഫ്യൂഷനെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മേ ബി ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് 1-2 ആഴ്ചയ്ക്ക് തന്നെ നിങ്ങളുടെ ടൈം ടേബിളും വരും. സോ നിങ്ങൾ പഠിച്ച് തുടങ്ങുക. രണ്ടാമതായിട്ട് +1 വിദ്യാർത്ഥികളാണ്. +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺഫ്യൂഷനിലാണ്. അവർക്കിപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. ഇപ്പം ഈ അടുത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നടക്കുന്നതുകൊണ്ട് ചില കുട്ടികളെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടേ ഉണ്ടാവും. പക്ഷേ തുടക്കം മുതലെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷൊക്കെ 4 ചാപ്റ്റർ വരെ എത്തിയെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. സോ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ചോദ്യം, ഓണപ്പരീക്ഷ ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ടൈം ടേബിൾ വരിക എന്നുള്ളതാണ്. ഈ ഓണപ്പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പരീക്ഷ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. എക്സാം നടക്കും. അത് ഓണം പരീക്ഷ പോലെ ഒരു വലിയ രീതിയിൽ എല്ലാ സ്കൂളുകളും ഒരേപോലെ നടക്കുകയാണോ, അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ നടത്തുകയാണോ എന്നുള്ളൊരു പരീക്ഷ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാം. ടൈം ടേബിൾ ഒരു ജനറലായിട്ട് ഗവൺമെൻറ് ഒരു എക്സാം നടത്തുകയാണെങ്കിൽ ഒരു 1-2 ആഴ്ചയ്ക്ക്, മിക്കവാറും ഓഗസ്റ്റ് അടുത്ത ആഴ്ച, അതായത് ഓഗസ്റ്റ് അല്ല, ഈ വരുന്ന ആഴ്ച അവസാനത്തോട് കൂടിയിട്ടൊക്കെ ടൈം ടേബിൾ വരും. ഇനി അതല്ല, സ്കൂൾ തലത്തിലാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അടുത്ത ആഴ്ചയോട് കൂടിയിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പരീക്ഷ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്രദവും. ഇനി പരീക്ഷ ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു നല്ല സ്റ്റാർട്ട് എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് ഫൈനൽ എക്സാമിന് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം +1 ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്. ഇപ്പോൾ പഠിക്കാനുള്ള കാര്യം ഇപ്പോൾ തന്നെ പഠിക്കുന്നത് വളരെ നന്നാവുമെന്നറിയാം. ഓക്കെ, സോ കാത്തിരിക്കാം. താങ്ക് യു.